ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. സൂപ്രണ്ടിങ് എഞ്ചിനീയർ വരണ ദിവസാ. കുറച്ച് തിരക്കില്ല. ഞാൻ കാണുമെന്ന് വിചാരിച്ചത് ദേവി കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറയാനാ. അവിടെ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടല്ല, രാജനായിട്ട് ചെറിയ അസുരം. അപ്പൊ എനിക്ക് തോന്നി. രാജന് തോന്നിയിട്ടില്ലല്ലോ. ദേവി ഇപ്പോ പണം വരണ സമയമാണെന്നാ കേൾക്കണേ. നിങ്ങൾ അവിടുന്ന് പോന്നപ്പോൾ അവന്റെ ദേശവും തെളിഞ്ഞു എന്ന് തന്നെ പറയാം. ഈ സമയത്ത് ഒന്നും രണ്ടും പറയുന്നതിന്റെ പേരിൽ അവള് പോരണം, അത് കേസാവണം. അതല്ല, അതിന് അവളെ പറഞ്ഞ് തിരിപ്പിക്കലുണ്ടാവും. എന്നിട്ട് അവൻ ചെറുപ്പത്തിന്റെ എടുത്തിയാട്ടം കൊണ്ട് വേറെ വല്ല ദിക്കിലും ചെന്ന് പെടണം. ഇതല്ലേ വേണ്ടത്? വേറൊരുത്തൻ നന്നാവണമെന്ന് കണ്ടാൽ സഹിക്കില്ല അല്ലേ? മനസ്സ് നന്നാവണം. ഹേ, മനസ്സ് നന്നാവണം. ഞാൻ പോണു, എനിക്ക് തിരക്കുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ഭ്രാന്തത്തിയല്ലേ? ചത്തു. 2 ആഴ്ചയായി. നാറ്റം സഹിക്കാതെ ആരോ ചെന്ന് നോക്കുമ്പോ അകത്ത് ചത്തു കിടക്കുന്നു. നിങ്ങള് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല സാർ. അച്ഛനെ ഒന്ന് അറിയിക്കണ്ടേ? ഓ, അറിയിക്കാം. വേണുവേട്ടൻ തന്നെ ഒന്ന് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാം. പോണോന്നുണ്ടോ? ഒരാപത്തും ഇനി ഇവിടെ തെരഞ്ഞു വരില്ല. ഞാനില്ലാത്തപ്പോഴും എന്റെ ആൾക്കാർ എപ്പോഴും ഈ പരിസരത്തുണ്ടാവും. പക്ഷേ എന്താ സംശയം? ഒന്നുമില്ല. അച്ഛനെ കാറയച്ച് വിളിപ്പിച്ചൂടെ? വേണുവേട്ടന് സമയമില്ലെങ്കിൽ. ആലോചിക്കട്ടെ. ഇപ്പൊ സ്വസ്ഥായിട്ടിരിക്കും. Sit down, Mr. Nambiar. താങ്ക് യു. Like to have a drink? നോ, ഡ്യൂട്ടി കഴിഞ്ഞില്ല. പിന്നെ അർജന്റായി വിളിച്ചത്? പറയാം. ആ, കാത്തിരുന്ന വേറൊരാൾ വന്നു. വാ മൂപ്പാ. ഇതാരാന്ന് മൂപ്പൻ അറിയണ്ട. അറിഞ്ഞിടത്തോളം എല്ലാം ഇവിടെ പറഞ്ഞാൽ മതി. വല്ല റിവാർഡോ കാശോ കിട്ടുന്നെങ്കിൽ ഈ മൂപ്പന്റെ പേര് റെക്കമെൻഡ് ചെയ്യണം. മടിക്കാതെ പറഞ്ഞോളൂ മൂപ്പാ, ഞാൻ വരാം. ഭാഗ്യം. എല്ലാരും പറയുന്നത് ഭാഗ്യം. ഭാഗ്യം മാത്രമല്ല, ചോര നീരാക്കിയ അധ്വാനമുണ്ട്. പണം, പേര് ഒക്കെ കിട്ടും. പക്ഷേ കിട്ടാത്ത ഒന്നുണ്ട്, നന്ദി. നേരത്തെ തുടങ്ങിയ ലക്ഷണമുണ്ടല്ലോ. ലോകത്തെ മുഴുവൻ നന്നാക്കാൻ ഞാൻ കരാറെടുത്തിട്ടില്ല. മഹാത്യാഗിയായിട്ട് ഞെളിയൊന്നുമില്ല. നല്ലത് ചിലത് ചെയ്തു, അതിന് സൗകര്യം ഉണ്ടായപ്പോ. നന്ദി വേണ്ട, ചോദിക്കുന്നില്ല. പക്ഷേ നല്ലത് ചെയ്തു എന്നതുകൊണ്ട് മാത്രം നശിപ്പിക്കാൻ നോക്ക്. ചവിട്ടി തേക്കരുത്. ഇതെന്താ വേണു? അത്യാവശ്യമുണ്ടെന്ന് വിളിച്ചു വരുത്തിയിട്ട് കാര്യം പറയൂ. മൂപ്പാ, വെള്ളിക്കാശ് ഒറ്റക്കൊടുത്തവൻ നീയാണടാ റാസ്കൽ, ഞാനല്ല. വേണു, താങ്ക് യു വേണു. ഇത് ബിഗ് ഗെയിമാണ്. സറണ്ടർ ചെയ്തിട്ടില്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഓർഡറുണ്ട്.
കടലിൽ എത്രയെണ്ണം കാഞ്ഞു പോയെന്ന് പത്രക്കാർ കൊടുക്കുന്ന ന്യൂസിൽ ഞങ്ങൾ പറയാറുമില്ല. വിഷ് മീ ലക്ക്. ഗുഡ് ലക്ക്. താങ്ക് യു വേണു. റിവാർഡിനേക്കാൾ വലിയൊരു കാര്യം കിട്ടും എനിക്ക്, പ്രൊമോഷൻ. താങ്ക് യു വേണു. താങ്ക് യു. ഗുഡ് ലക്ക്. വിഷ് മീ ഗുഡ് ലക്ക്. ബിസി ഡേ. നാട്ടിലേക്ക് കാർ അയക്കാൻ പറഞ്ഞത്? നാട്ടിൽ ഞാൻ ഇന്നലെ തന്നെ പോയതായിരുന്നു. യാത്ര ഒരു സുഖമില്ല, അതുകൊണ്ട് വന്നപ്പോ ഒന്നും പറഞ്ഞില്ല. അച്ഛനെ കണ്ടില്ലേ? മകൾക്ക് മഹാഭാഗ്യം വന്ന സമയത്ത് മാറ്റി നിർത്തിയാൽ പുതിയ കുബേരന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ രാജ്യത്തെ മറ്റു സുന്ദരിമാർ പടയായി വരില്ലേ? അച്ഛന്റെ സംശയം. മകന്റെ അതിസമ്പത്ത് കണ്ട് അസൂയ കൊണ്ട് ഞെളിപിരിക്കൊള്ളുന്ന ഒരുത്തനാണ് ഞാൻ. മറ്റേ വീട്ടുകാരുടെ കണ്ണിൽ രണ്ടിടത്തും പോയി ശകാരം വിഴുങ്ങി മിണ്ടാതെ തിരിച്ചു പോന്നു. സ്നേഹം, നന്മ, നന്ദി, ബന്ധം, ആദർശം. To hell with it. To hell with everything. മനസ്സിൽ വരച്ചെടുത്തതെല്ലാം വെറും മിഥ്യ. ഞാൻ ആരാധിച്ചു നടന്ന ശിവേട്ടൻ, ഗുരുവും ഏട്ടനും യജമാനും ഒക്കെയായി ഞാൻ മനസ്സിൽ പൂവിട്ട് പൂജിച്ചിരുന്ന ശിവേട്ടൻ, ഒടുക്കം അതും ഒരു മിഥ്യയായി. കള്ളക്കടത്തിലെ ഒരു കണ്ണിയായി പണം വന്ന് കുമിഞ്ഞപ്പോ ശിവേട്ടനും മാറി. ശിവേട്ടനോ? ശിവേട്ടനും. പണത്തിനല്ല ത്രില്ലിലാണെന്ന് പറഞ്ഞ് അതിൽ കയറിയ ശിവേട്ടനും മാറി. പൂവർ ബാസ്റ്റഡ്. എന്തും ശിവേട്ടന്റെ പേരിൽ ആണയിട്ടിരുന്ന് വേണുവേട്ടനാണോ ഈ പറയുന്നത്? അത് ആദ്യത്തെ ശിവേട്ടൻ. രണ്ടാം ജന്മം ആർക്കും അറിയില്ല. ഇലക്ട്രിക് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു എന്ന് കളവ് പറയാമെന്നത് ഞാൻ തന്നെ. മരിച്ചത്? പിടിച്ചടക്കലിന്റെ യുദ്ധം. പുതിയ പട്ടാണികളും പഴയ ദാദമാരും തമ്മിൽ 3 കുത്തേറ്റ് ഇഴഞ്ഞു വന്ന് വീണ് മരിച്ചത് എന്റെ മുറിയിൽ, എന്റെ മടിയിൽ തലവെച്ചായിരുന്നു. വീട്ടിലറിയരുത്, ഒന്നും വീട്ടിലറിയരുത്. അതാണ് ആദ്യം കരഞ്ഞു പറഞ്ഞത്. ആസ്പത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോ ഞങ്ങൾ പുറത്ത് പിരിവെടുക്കുകയായിരുന്നു. ലക്ഷങ്ങളിട്ട് കളിച്ച ആളെ ദഹിപ്പിക്കാനുള്ള ചെലവിന്. കാശൊക്കെ എവിടെ പോയി? ആർക്കറിയാം. എന്റെ കമ്പനി മുതലാളി ദയതോന്നെത്തുന്ന 6 മാസത്തെ ശമ്പളം കൊണ്ട് നഗരം വിടുമ്പോ കഴിയുമെങ്കിൽ വല്ലതും ചെയ്യ് എന്ന് ശിവേട്ടൻ പറഞ്ഞ 2 ബാധ്യതകളായിരുന്നു മനസ്സിൽ. ഒന്ന് ഇവിടത്തെ കുടുംബം, മറ്റത് ധാരാവിയിലെ ഒരു ഇടുങ്ങിയ വീട്ടിലെ തമിഴത്തിയും 2 കുട്ടികളും. അത് എനിക്കും അറിയാത്ത വേറൊരു കുടുംബം. അവർക്കും സ്ഥിരമായി ഞാൻ ചെലവിനയക്കുന്നുണ്ട്. വേണോട്ടാ, ഞാനെന്ത് ചെയ്യണം? അവനിപ്പോൾ മഹാശക്തനല്ലേ. അപ്പോ ഒരു കുറ്റബോധവുമില്ലാതെ തന്നെ എനിക്ക് പിടിച്ചെടുക്കാം. നിനക്ക് ഞാനില്ലേ? നാളെ പത്രങ്ങളിൽ വാർത്ത വലുതായി കാണുമ്പോഴാണ് മകന്റെ മഹാഭാഗ്യത്തിന്റെ ശരിക്കുള്ള ചിത്രം വീട്ടുകാരറിയുന്നത്. അറിയണം, അവരറിയണം. എന്താ വേണോട്ടാ, ഇതെന്ത് ബിസിനസ്സാണ്? പൊന്ന്, മയക്കുമരുന്ന്, എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. വേശ്യത്തെരുവിൽ സ്വന്തം ഗുണ്ടകളെ നിർത്തി പിരിവ് നടത്തുന്നത് കൂടി ഈ ബഡാസാബ്മാരുടെ ബിസിനസ്സിൽ പെടും. കയറ്റലാണോ ഇറക്കലാണോ എന്ന് ആര് കണ്ടു? സ്പീഡ് ബോട്ടും റിപ്പീറ്റർ റൈഫിളുമായി പക്ഷേ കസ്റ്റംസുകാർ സ്വീകരിക്കാനുണ്ടാവും ഇന്ന് രാത്രി. രാജേട്ടനുണ്ടോ? രാജേട്ടന് എന്തെങ്കിലും പറ്റുമോ? പറ്റും, കൂട്ടത്തിലുണ്ടെങ്കിൽ. അയ്യോ, അത് പാവം നാരായണൻ മാഷ മോൻ രാജനല്ലേ എന്ന് പറഞ്ഞ് വേദനിപ്പിക്കാതെ ഉമ്മ വെച്ച് തിരിച്ചു പോവൊന്നുമില്ലല്ലോ വെടിയുണ്ടാ. പറയല്ലേ വേണോട്ടാ, അങ്ങനെ പറയല്ലേ. ഒരിക്കൽ ഞാൻ ഉപദേശിച്ചു, നീ കേട്ടിട്ടുണ്ടല്ലോ. വേണ്ട വേണ്ട വേണോട്ടാ, വേണ്ട. നിശ്ചയിക്കേണ്ടത് ഞാനല്ല. കള്ളക്കടത്തുകാരും കസ്റ്റംസുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ ഞാനില്ല. കഴിഞ്ഞു. ഒരു പേടി സ്വപ്നം മിക്കവാറും കഴിഞ്ഞു എന്ന് കരുതി സമാധാനമായിരിക്കൂ. ഒന്നുകിൽ ജയിൽ, അല്ലെങ്കിൽ കടലിലൊരു ശവം. അവസാനം അതാണ്. ദുഷ്ട, ശവം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പരമദുഷ്ടൻ. പുലിയുടെ പുറത്ത് സവാരിക്ക് ഒരുങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ ദേവി?
എന്തു വന്നാലും അതൊരു ഫേറ്റ് ആണെന്ന് കരുതിക്കോളൂ. അങ്ങനെ സമാധാനിക്കണം, അല്ലാതെ എന്ത് ചെയ്യാൻ? രാജേട്ടന് ഒരാപത്തും വരരുത്, ഞാനാ പറയുന്നത്. വേണുവേട്ടൻ വിചാരിച്ച രക്ഷിക്കാൻ പറ്റും, എനിക്കറിയാം. വേണുവേട്ടൻ വേണ്ടെന്ന് വെച്ചിട്ടാണ്. പറയൂ, കഴിയെന്ന് പറയൂ. എന്റെ കാര്യം മാത്രമല്ല വേണുവേട്ട, ഞാൻ എന്നെങ്കിലും വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞ് അച്ഛനെ പറ്റി ചോദിച്ചാ ഞാൻ എന്ത് പറയും വേണോട്ട? അച്ഛനില്ലാത്ത കുട്ടിയുടെ സങ്കടം എന്തായിരുന്നു എന്ന് വേണോട്ടൻ അറിഞ്ഞതല്ലേ, മുമ്പ് എന്നോടും പറഞ്ഞതല്ലേ. രക്ഷിക്കണം വേണോട്ട, രാജേട്ടനൊന്നും വരാതെ രക്ഷിക്കണം. ചെയ്യില്ലേ, എനിക്ക് വേണ്ടി ചെയ്യില്ലേ? പറയൂ വേണോട്ട, പറയൂ. ശ്രമിക്കാം, ഒന്നിനും ഒരു ഉറപ്പില്ല. ശ്രമിക്കാം. जल्दी उतर, वेगम. कसम सा भागो, वेगो, पढ़ो, पढ़ो, जा पढ़ो, जल्दी भागो, बोले. Jump down! ഇതിലേക്ക് അല്ലെങ്കിൽ ഇത് അവസാനമാണോ? ഞാൻ ദേവിക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കേൾക്കട്ടെ. ജിത്തുബായി കൂടെ രക്ഷിക്കണം. മിണ്ടരുത്. നിന്റെ ശിവേട്ടനെ കുരുതി കൊടുത്ത റാസ്കൽസിൽ ഒരാളാണ്ടാ ഈ ജിത്തുബായി. നിനക്ക് എന്തറിയാം? Stop it. There is some mistake. ഡ്രൈവർ റെഡി. നേരെ നാട്ടിൽ പോയി നല്ലൊരു ഡോക്ടറെ കാണും. അനാവശ്യമായ ചോദ്യങ്ങളും ചോദിക്കാത്ത ആരെങ്കിലും. ഭയപ്പെടാനുള്ള പരിക്കൊന്നുമില്ല. വേഗട്ടെ. വേണോട്ടാ, ഞാൻ ഒന്നും പറയണ്ട, അതിനുള്ള സമയമല്ല രാജ. ഇറങ്ങ്. വേണോട്ടാ, ഞാൻ നടന്നൊക്കെ പറയാം.
അവരെ പറ്റി അറിയുന്നൊക്കെ പറയാം. വേണുവേട്ടൻ എന്തിന് തർക്കിച്ച് സമയം കളയല്ലേ? വേണോട്ടാ, ഇറങ്ങ്. ഞാനാ പറയുന്നത്, വേ ഇറങ്ങ്. വിട്ടോ. ഹലോ നമ്പ്യാർ. ഫ്രണ്ട്, സഹായി, ബടാ മുതലാളി, ഞങ്ങളുടെ മൂവ്മെന്റ് മുഴുവൻ ചോർത്തിയെടുത്തിട്ടായിരുന്നല്ലടാ കളി. ടേക്കിംഗ്